ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഐഫോണിൻ്റെ ഡിസ്പ്ലേ അൺനോൺ പാർട്ട് റിമൂവിങ് ആണ്. അതായത് ഒറിജിനൽ ഡിസ്പ്ലേയിൽ ഐസ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഡിസ്പ്ലേയിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ അൺനോൺ പാർട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിവൈസ് ഇത് 40+ ആണ്. ഇത് കസ്റ്റമർ ഇഷ്യൂ പറഞ്ഞാൽ ഫോൺ നിലത്ത് വീണിട്ട് ഡിസ്പ്ലേ ഡാമേജ് ആയതാണ്. അതായത് നിലത്ത് വീണാൽ നിലത്ത് നല്ല വെയിറ്റാണ് വീണത്. സോ അതിനുശേഷം ഡിസ്പ്ലേ എന്താണ് ബ്ലാങ്ക് ആയി. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പം ഇഷ്യൂസാണ്, നമുക്ക് ഡിസ്പ്ലേ സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കസ്റ്റമർക്ക് ഇത് ഡിസ്പ്ലേ ഒറിജിനൽ അവർക്ക് റീപ്ലേസ് ചെയ്യണം. അതേപോലെ അൺനോൺ പാർട്ട് മെസ്സേജ് വരാനും പാടില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ മെത്തേഡ് പറഞ്ഞാൽ ഒറിജിനൽ ഡിസ്പ്ലേ തന്നെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ വേറെ ഫോണിൽ റിമൂവ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആണ്, ഒറിജിനലാണ്. അതായത് ഗ്ലാസ് ചേഞ്ച് ചെയ്ത ഡിസ്പ്ലേ ആണിത്. ഗ്ലാസ് പൊട്ടിയിട്ട് നമുക്ക് ഗ്ലാസ് ചേഞ്ച് ചെയ്താണ്. സോ അതിന് ശേഷം എന്താണ് ഈ ഒരു ഡിസ്പ്ലേയിലേക്ക്, ഇതാണ് കസ്റ്റമറുടെ ഒറിജിനൽ ഡിസ്പ്ലേ. അപ്പോൾ ഇതിലുള്ള ഈ ഒരു IC എന്താണ് അൺനോൺ പാർട്ടിൻ്റെ IC നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ഡിവൈസിലേക്ക്, അതായത് ഈ ഒരു ഡിസ്പ്ലേയിലേക്ക് ഇതിൽ IC റിമൂവ് ചെയ്യുന്നു, ഇതിലേക്ക് വെക്കുന്നു. സോ ഇതിൽ നമ്മൾ വെക്കുന്ന IC നമുക്ക് എന്തായാലും ഈ ഒരു IC നമുക്ക് ഇതിൽ ഹീറ്റ് അടിച്ച് റിമൂവ് ചെയ്യാൻ കഴിയില്ല. അതായത് ഈ പാഡ് ഡാമേജ് ആവും, ഡിസ്പ്ലേ ഡാമേജ് ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു IC ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് കളയണം. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് 2AL ആണ്. അതായത് 2ALൻ്റെ ഈ ഒരു ഡ്രില്ലിംഗ് സെറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഒരു ബിറ്റ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഡ്രിൽ ചെയ്യാൻ പറ്റും. ഡാമേജസ് കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് എന്താണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കസ്റ്റമറിൻ്റെ, അതായത് ഇത് കസ്റ്റമർ നമ്മൾ വെച്ച് കൊടുക്കുന്ന പുതിയ ഡിസ്പ്ലേ. സോ ഇത് കസ്റ്റമർ ഡാമേജ് ആയിട്ടുള്ള ഡിസ്പ്ലേ. സോ ഇത് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ IC റിമൂവ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ട്രൂ ടോൺ റൈറ്റ് ചെയ്യണം. അതായത് ട്രൂ ടോൺ റീഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ട്രൂ ടോൺ റീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന V1S Pro ആണ്. സോ ഇതിൽ നമുക്ക് എന്താണ് V1S Pro പല മോഡലും വരുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് V1S Pro ആണ്. സോ ബാക്കി നോർമൽ ഡിവൈസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ കുറച്ച് ഫങ്ഷൻസ് അധികമുണ്ട്. അതായത് നമുക്ക് എന്താണ് V1S Pro ആയതുകൊണ്ട് നമുക്കിതിൽ ഈ ഒരു പോർഷൻ മാറ്റി കൊടുക്കാൻ നമുക്കിതിൽ NAND പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതുപോലെ പല ഫങ്ഷൻസും ഉണ്ട്. സോ നമുക്കിതിവിടെ ട്രൂ ടോണിൻ്റെ, അതായത് ഡിസ്പ്ലേ LCD അഡാപ്റ്റർ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ 40+ൻ്റെ കേബിൾ ഇവിടെയാണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് ഡിസ്പ്ലേ, അതായത് കസ്റ്റമറിൻ്റെ ഒറിജിനൽ ഡിസ്പ്ലേ ഇതിലേക്ക് കണക്റ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ട്രൂ ടോൺ ആദ്യം ഒന്ന് റീഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ കസ്റ്റമറിൻ്റെ സ്ക്രീൻ ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. സോ ഇവിടെ നമുക്ക് എന്താണ് ഡിറ്റക്റ്റഡ് സ്ക്രീൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് റീഡിങ് ട്രൂ ടോൺ. ഓക്കെ, സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആണ്. സോ ഇവിടെ ട്രൂ ടോൺ റീഡ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു റീഡ് ആയിട്ടുള്ള ട്രൂ ടോൺ നമുക്ക് സേവ് ചെയ്യണം. അതായത് സേവ് ലോക്കൽ. സോ നമ്മളിവിടെ സേവ് ആക്കിയിട്ടുണ്ട്, ട്രൂ ടോൺ ഡാറ്റ സേവ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ റിമൂവ് ചെയ്താലും നമുക്ക് എന്താണ് ആ ട്രൂ ടോണിൻ്റെ ഡാറ്റ നമുക്കവിടെ സേഫായി. അതായത് നമുക്ക് എപ്പോഴും ഇഷ്യൂ വരുന്നതാണ് ട്രൂ ടോണിൻ്റെ ഫയൽ മിസ്സാവുന്നത്. നമ്മൾ IC മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ട്രൂ ടോൺ റൈറ്റ് ചെയ്യാൻ ചെന്നൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അത് ഓക്കെ ആവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ട്രൂ ടോൺ കൊണ്ടാണ് നമ്മൾ റീഡ് ചെയ്ത് വെച്ചു. സോ ഓപ്പൺ ഫയൽസിൽ ഇവിടെ ഓപ്പൺ ലോക്കൽ നമ്മൾ കൊടുത്താൽ അവിടെ കാണാൻ പറ്റും നമ്മൾ ഇപ്പോൾ റീഡ് ചെയ്ത് വെച്ച. അതായത് ജസ്റ്റ് പ്രോപ്പറായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇതാ നമ്മളിപ്പോൾ റിമൂവ് ചെയ്ത് വെച്ച ട്രൂ ടോണിൻ്റെ ഡാറ്റ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ ഡിസ്പ്ലേന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിസ്പ്ലേന്ന് IC റിമൂവ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഡിസ്പ്ലേൻ്റെ IC ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ട്രൂ ടോൺ എന്നതിലേക്ക് നമ്മളിപ്പോൾ റീഡ് ചെയ്ത് വെച്ച ട്രൂ ടോൺ ഇതിലേക്ക് റീറൈറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ഒരു സേഫ്റ്റി ആയി. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഈ ഒരു IC, ഇത് കസ്റ്റമർ ഒറിജിനൽ ഡിസ്പ്ലേ, ഇതിൽ നിന്ന് ഈ ഒരു IC എങ്ങനെ റിമൂവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇത് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ പ്രൊട്ടക്ഷൻ കറൊക്കെ വെച്ച് കൊടുക്കണം. കാരണം നമുക്കിതിൽ ഗ്രീൻ ആണ്. സോ എന്തായാലും ഈ ഡിസ്പ്ലേ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇനി ഗ്ലാസ് പൊട്ടി വന്ന ഡിസ്പ്ലേ അങ്ങനത്തേലൊക്കെ നമുക്ക് ഡിസ്പ്ലേ ഡാമേജ് കൂടാണ്ട്, അതായത് ഈ കേബിളും ഡിസ്പ്ലേയിലും ഡാമേജ് വരാണ്ട് നമ്മളെങ്ങനെ ഈ ഒരു IC റിമൂവ് ആക്കാം എന്നുള്ളതും കൂടി നമുക്ക് എന്താണ് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇതിനൊരു ഹീറ്റിംഗ് പ്രൊട്ടക്ഷൻ വെച്ച് കൊടുക്കേണ്ടതുണ്ട്. സോ അതിൻ്റെ ജസ്റ്റ് ഒന്ന് പ്രൊട്ടക്ഷൻ്റെ എങ്ങനെ ചെയ്യുന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ചെയ്ത് കഴിഞ്ഞ ശേഷം ബാക്കി വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഡിവൈസിൻ്റെ IC ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യല്ല, നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ IC റിമൂവ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കണം. അതായത് നമുക്കിതിൻ്റെ താഴോട്ട് ജസ്റ്റ് ഒരു ഹീറ്റിങ്ങിൻ്റെ സാധനം ജസ്റ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഒരു ലിക്വിഡ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു നൈഫ് ഉണ്ടല്ലോ, നമ്മൾ IC റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഓവർ ആകരുത്, കാരണം ഇത് ഓവർ ആയാൽ നമുക്കത് ഡാമേജ് വരും. ഇതിപ്പോൾ എന്തായാലും എനിക്ക് ഓൾറെഡി ഡാമേജ് ആണ് ഇവിടെ ഈ സ്റ്റെപ്പ്. സോ ഞാൻ എന്താണ് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ പ്രഷർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, കാരണം നിങ്ങൾക്ക് വർക്കിംഗ് ഡിസ്പ്ലേ, അതായത് ഗ്ലാസ് ഡാമേജ് ഡിസ്പ്ലേ ആണ്, നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് റീയൂസബിൾ ആണെങ്കിൽ ഈ ഒരു പോർഷൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം.
അതായത് ചെറിയ നല്ല ടൈം എടുത്ത് മാത്രം ഈ ഒരു പോർഷൻ ഗമ്മ് കളഞ്ഞാൽ മതി. ടൈം എടുത്ത് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് ടൈമില്ല, ഈ ഒരു ഡിസ്പ്ലേ ടോട്ടൽ ഡാമേജാണ്, കാരണം എനിക്കിത് റീയൂസ് ചെയ്യാൻ പറ്റില്ല, എന്തായാലും വേസ്റ്റാണ്. സോ അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇത് ഇത്രയും ഉള്ളോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഈ ഒരു പോർഷനിൽ നമുക്ക് എന്താണ് ഒന്ന് ഹീറ്റിംഗ് പ്രൊട്ടക്ഷൻ ടാപ്പ് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. സോ അതിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്താൽ മതി, ഒരു ചെറിയൊരു രീതിയിൽ മാത്രം. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഹീറ്റിംഗ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഈ ഒരു പോർഷൻ കവർ ചെയ്യുക, ഒരു ഡബിൾ ലെയർ ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല ഹീറ്റിംഗ് ടാപ്പ് ആണെങ്കിൽ ഇത് ലോക്കലും വരുന്നുണ്ട്, അത്യാവശ്യം ഒരു കട്ടിയില്ലാത്ത ടൈപ്പും വരുന്നുണ്ട്, കട്ടിയുള്ള ടൈപ്പും വരുന്നുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനം അത്യാവശ്യം ഒരു കട്ടിയുള്ള ടൈപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യുക, രണ്ട് കോട്ടിങ്ങോ ഒരു 3 കോട്ടിങ്ങോ ഒക്കെ കൊടുത്താൽ മതി. പക്കാ നൈസ് സാധനമാണെങ്കിൽ ഒരു 4 3 കോട്ടിങ് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മൾ ഓവർ കോട്ടിങ് കൊടുക്കാനും പാടില്ല. സോ ഇനി ഇവിടെ ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പോർഷന് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിന് താഴോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഷീൽഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റെൻസിൽ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെൻസിൽ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താലും മതി. അതേപോലെ ട്യൂലിൻ്റെ ഒക്കെ ഒരു ഹീറ്റിംഗ് പാഡ് വരുന്നുണ്ട്, അതായത് പക്കാ നമ്മൾ ഈ ഐസിയുടെ മുകളിൽ വെക്കുന്ന ഒരു പേപ്പർ ടൈപ്പ് ഒരു സാധനം വരുന്നുണ്ട്. സോ നമ്മൾ അത് കൊടുത്താലും മതി. ഇല്ലയെന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതായത് അങ്ങനത്തെ ടൂൾസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് എങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ടെക്നീഷ്യന്മാർക്ക് പേടിയാണ്, ഡിസ്പ്ലേ അൺനോൺ പാർട്ട് ചെയ്യൽ റിസ്ക് അല്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന പല ആൾക്കാരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കിത് ചെയ്യാൻ അധിക പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈം എടുത്ത് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ ഇത് നമുക്ക് പ്രോപ്പറാക്കി റിമൂവ് ചെയ്യാനും നമുക്ക് ഡിസ്പ്ലേ അൺനോൺ പാർട്ട് കളയാനും കസ്റ്റമർക്ക് പ്രോപ്പർ മെത്തേഡിൽ കൊടുക്കാനും പറ്റും. ആപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ അപ്ഡേഷൻ വന്നാലും നമുക്ക് ആ അപ്ഡേഷൻ ഒന്നും ഒരു ഇഷ്യൂ അല്ല. കാരണം ചൈനക്കാരും കാര്യങ്ങളൊക്കെ ഓൾറെഡി കാര്യങ്ങളും ഓരോ സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണെങ്കിൽ സോഫ്റ്റ്വെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ചൈനക്കാരും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ത്യക്കാർ അതിലേക്ക് വരുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതും ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതൊക്കെ ഇന്ത്യക്കാരും ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആഘോഷിക്കാം, അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ത്യക്കാരും ഇതേപോലെ ഓരോ ടൂൾസും കാര്യങ്ങളൊക്കെ ഓരോ ബ്രാൻഡും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ YCS ഒക്കെ വന്ന പോലെ ഇന്ത്യയിൽ നിന്നും ബ്രാൻഡൊക്കെ വരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രവർത്തിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ സൈഡിൽ ഗമ്മ് വരുന്നുണ്ട്. സോ ഫസ്റ്റ് ഈ സൈഡിൽ വരുന്ന ഗമ്മ് കട്ട് ചെയ്യുക, അതിനുശേഷം ഡയറക്റ്റായിട്ട് IC റിമൂവ് ആക്കാം. IC റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഓവർ ഹീറ്റിംഗ് ചെയ്താൽ IC ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളെന്താണ് ഓവർ ഹീറ്റിംഗ് അല്ലാതെ പെട്ടെന്ന് തന്നെ IC ഗമ്മ് കട്ട് ചെയ്യാം, പെട്ടെന്ന് IC റിമൂവ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് IC ഗമ്മ് കട്ട് ചെയ്യാനുള്ള ഒരു റിമൂവ് ചെയ്യാനുള്ളൊരു പോർഷനിലേക്ക് ക്യാമറ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ഇതുവരെ കറക്റ്റ് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഗമ്മ് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു 240 ഹീറ്റും ഒരു 40 എയറും യൂസ് ചെയ്താൽ മതി. നമ്മൾ നോർമൽ ഐസിൻ്റെ എല്ലാം ഗമ്മ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, ഇനി ഒരു 340 ഹീറ്റും 340 ഹീറ്റും 40 എയറും വെച്ചിട്ട് IC പെട്ടെന്ന് റിമൂവ് ആക്കാം. ഓക്കെ, സോ നമ്മളുടെ IC റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു IC എന്ത് ചെയ്യാം,
നമുക്ക് ഗമ്മ് ഇതിൻ്റെ മുകളിലും ഇതും ഗം IC ആണ്. സോ നമുക്കിത് ഗമ്മ് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് റീബോളാക്കി മാറ്റി വെക്കാം. സോ ഈ ഒരു ഡിസ്പ്ലേൻ്റെ പ്രിൻറ്റിൽ നമുക്ക് കാണാൻ പറ്റും ഡാമേജസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പ്രോപ്പർ മെത്തേഡിൽ പെട്ടെന്ന് നമുക്ക് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഡിസ്പ്ലേ നമുക്കിനി ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള പറഞ്ഞാൽ ഈ ഒരു IC നമുക്ക് എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്ത് റീബോളാക്കി എടുക്കാം. സോ IC എന്ത് ചെയ്യാം, കറക്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ക്യാമറിൻ്റെ പൊസിഷൻ ഒന്ന് കറക്റ്റ് ആക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ IC എങ്ങനെയാണോ ക്ലീൻ ചെയ്യൽ അതേ സെയിം മെത്തേഡിൽ തന്നെ ഫസ്റ്റ് ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക. ഫ്ലെക്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ റീമെൽറ്റിംഗ് മെത്തേഡ്, അതായത് ഇതിൽ 138 മാത്രം യൂസ് ചെയ്താൽ മതി. 180 നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, 138 വെച്ചിട്ട് എല്ലാ ബോളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബോൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് ഐസിൻ്റെ മുകളിലെ ഗമ്മ് നമുക്ക് കളയാൻ പറ്റും. അയാളുള്ളൊരു 340 320 ഹീറ്റ് നമ്മൾ കൊടുത്താൽ മതി. അതിൽ ഓവർ നമ്മൾ സെറ്റ് ചെയ്യേണ്ട. ആ ഒരു നോർമൽ റേഞ്ചിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, വിക്കറ്റിട്ടൊന്ന് വൈപ്പ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി ഡയറക്റ്റ് ഹീറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, ടിന്നർ ആഡ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് കൂളായ ശേഷം മാത്രം ടിന്നറിട്ട് ക്ലീൻ ചെയ്യാം. സോ ഓക്കെ, അപ്പോൾ ഞാനത് ഡയറക്റ്റ് ക്ലീൻ ആക്കിയിട്ടില്ല, ഹീറ്റിംഗ് പോയതിന് ശേഷമാണ് ക്ലീൻ ആക്കിയത്. വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനി റീബോൾ ആക്കണം. ഇത് റീബോൾ ചെയ്യുമ്പോൾ നമ്മൾ ലെയർ റീബോൾ ആക്കുന്ന 138 അത് 183 അല്ല യൂസ് ചെയ്യേണ്ടത്, 138 ആണ്. സോ 138 ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ ഫിക്സ് ആയി കിട്ടുള്ളൂ. കാരണം ഡിസ്പ്ലേയിലേക്ക് നമുക്ക് ഒറിജിനൽ പുതിയ ഡിസ്പ്ലേ ആണ്. സോ അതിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓവർ ഹീറ്റ് ആക്കാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്കത് ഫിക്സ് ആവണമെങ്കിൽ 138 യൂസ് ചെയ്താൽ മതി. നോർമലി IC, അതായത് ഈ അൺനോൺ പാർട്ടിൻ്റെ IC ഡിസ്പ്ലേ LCD ICക്ക് നമുക്കിതൊക്കെ എന്താണ് മെയിനായിട്ട് നമ്മൾ 138 ആണ് യൂസ് ചെയ്യുന്നത്. സോ 183 യൂസ് ചെയ്യേണ്ട, 138 യൂസ് ചെയ്താൽ മതി. സോ റീബോൾ ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ആക്കിയിട്ട് ബാക്കി വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ടിഷ്യൂ വെക്കാം, റീബോളിംഗ് മെത്തേഡ്. അപ്പോൾ ടിഷ്യൂ വെച്ചു. സോ നെക്സ്റ്റ് IC നമ്മൾ റീബോൾ ചെയ്യാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള സ്റ്റെൻസിൽ യൂസ് ചെയ്യാം. സ്റ്റെൻസിലെല്ലാം എന്നാണെങ്കിൽ 2 3 4 5 വട്ടം ചെയ്യേണ്ടി വരും. നമ്മൾ റീബോളാക്കി കളിക്കേണ്ടി വരും. അപ്പോൾ അധികം ഹീറ്റ് അടിക്കുമ്പോൾ നമുക്കെന്താണ്, അത് ഈ ഡിസ്പ്ലേക്ക് തന്നെ പണിയാണ്. സോ ഇതാണ് 12 മുതൽ 14 വരെ IC ഏകദേശം സെയിം ആണ് വരുന്നത്. അത് ഒരേ IC എന്നല്ല, ICൻ്റെ പാഡ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഒരേ സെൻസർ യൂസ് ചെയ്യാം. ഈ ഒരു സെൻസിൽ നമുക്ക് LCD, അതായത് എല്ലാ ട്രൂട്ടോണും അതേപോലെ iPhone 11 ചാർജിങ്ങിൻ്റെ ആ ഒരു 11 Pro മാക്സിൽ ചാർജിങ്ങിൻ്റെ ഒരു ബോർഡ് വരുന്നുണ്ട്, ആ ചാർജിങ് കേബിളിൽ. സോ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേബിളാണ്. സോ കറക്റ്റ് അലൈൻ ചെയ്യുക. എന്നിട്ട് നമ്മുടെ PPD ശ്രദ്ധിക്കണം, 138 ആണ്, 183 അല്ല വേണ്ടത്.
PPD അപ്ലൈ ചെയ്താൽ പിന്നെ നമ്മുടെ സെൻസിൽ മൂവ് ആവാൻ പാടില്ല. പെട്ടെന്ന് എടുക്കരുത്, കാരണം കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം. ഓക്കെ, സോ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ചില ബോൾസ് ചെറുതാണ്, ചില ബോൾസ് വലുതുമാണ്. അത് നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ബോൾസും നമുക്ക് ഒരേ വലുപ്പത്തിൽ കിട്ടണം. സോ രണ്ടാമതൊന്നും കൂടി നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് PPD അപ്ലൈ ചെയ്തിട്ട് രണ്ടാമത് ഒന്നും കൂടി ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഓക്കെ, ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓവർ ആക്കണ്ട, ജസ്റ്റ് ഒരു നോർമൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. കാരണം ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ ബോൾ വലുതാണ്, ഈ ഒരു പോർഷനിൽ ചെറുതുമാണ്. ഓക്കെ, ഇപ്പം എല്ലാ ബോളും നമുക്ക് ഒരേ സൈസിൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഓവർ ഹീറ്റ് അടിക്കേണ്ട കാര്യങ്ങൾ അങ്ങനത്തെ വള്ളികളായിട്ട് വരും. ടെക്നീഷ്യന്മാർക്ക് അറിയാവുന്നതാണ് ഈ വള്ളി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ റീബോളിങ് കഴിഞ്ഞു. എപ്പോഴും പ്രോപ്പർ സെൻസിൽ മാത്രം യൂസ് ചെയ്യാം. നമ്മൾ പ്രോപ്പർ അല്ലാത്ത സെൻസിൽ യൂസ് ചെയ്താൽ അത് നമുക്ക് തന്നെ പണിയാവും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ICയിലേക്ക് നമ്മൾ ഓവർ ഹീറ്റിംഗ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ കുറഞ്ഞ ഹീറ്റ് കുറഞ്ഞ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കെന്താണ്, അതായത് നമ്മുടെ സക്സസ് റേറ്റ് കൂടും. ഓവറായിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യാണ്ടിരിക്കുക. ഓവറായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ IC ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ ഇപ്പോൾ ഞാനിവിടെ ഹീറ്റ് ചെയ്യുന്ന 240-40 കാരണം 132 ആണ് PPD. സോ നമ്മൾ ഓവർ ടൈം ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഓക്കെ, അപ്പം നമ്മുടെ റീബോളിങ് നമുക്ക് കംപ്ലീറ്റ് ആയി. സോ ഇനി എന്ത് ചെയ്യാം, ഇവനെ നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ IC മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നമ്മൾ കസ്റ്റമർക്ക് വെച്ച് കൊടുക്കുന്ന പുതിയ ഡിസ്പ്ലേ, ഒറിജിനൽ റിമൂവ്ഡ് സാധനം, ഗ്ലാസ് ചേഞ്ച്. അപ്പോൾ ഇതെന്ത് ചെയ്യാം, ഇതിൽ ഈ IC നമുക്കിവിടെ ഇപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവനെ ഗ്രൈൻഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം. ഇത് ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുന്നേറ്റ് നമ്മൾ നേരത്തെ വെച്ച പോലെ ഇതേപോലെ നമുക്ക് പ്രൊട്ടക്ഷൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളിതിൻ്റെ താഴോട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കണ്ട, ഈ ഒരു 4 സൈഡിൽ മാത്രം. കാരണം ഗ്രൈൻഡർ മിസ്പ്ലേസ് ആയിട്ട് ഇവിടെ സ്ക്രാച്ച് ആവാണ്ടിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 4 സൈഡിൽ നമുക്കൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഹീറ്റിംഗ് ടാപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. സോ ഈ ഹീറ്റിംഗ് ടാപ്പ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നതുകൊണ്ടല്ല, നമ്മൾ എന്താണ് ഇത് നമ്മുടെ ഈ ഗ്രൈൻഡർ വെച്ച് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇതിങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പാളിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ പാളിയിട്ട് ഇവിടെ ഈ സ്ട്രിപ്പിലേക്ക് ഡാമേജ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങല്ലോ. അപ്പോൾ ഓക്കെ, കറക്റ്റ് കാണുന്നതെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് ചിലപ്പോൾ സൂം ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാനിത് മൈക്രോസ്കോപ്പ് നോക്കിയാൽ ചെയ്യുന്നത്. ഈ ഒരു പണി മൈക്രോസ്കോപ്പ് നോക്കി ചെയ്തില്ല എന്നാണെങ്കിൽ പണി കിട്ടും. അപ്പോൾ ജസ്റ്റ് കാണുന്നില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ചിലപ്പോൾ ഫോക്കസും കാര്യങ്ങളൊക്കെ ഒഴിവാൻ ചാൻസ് ഉണ്ട്. സോ എന്താണ് ഇടയ്ക്കിടയ്ക്ക് കറക്റ്റ് എന്താണെന്നുള്ള അപ്ഡേറ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ലോഗോ തന്നെ തുടങ്ങാം.
ഓക്കെ, അപ്പോൾ ഒരു പോർഷൻ നല്ല ഒരു ലെയർ ആയിട്ടുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഇതിൽ കമ്പൗണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാ ഇതുപോലെ നമുക്ക് കമ്പൗണ്ട് കാണാൻ പറ്റും, കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെ. സോ ഇതിനും ഡീപ്പായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഐസിയുടെ പാഡ് കാണുന്നവരെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കാണിച്ചു തരാം, ഓരോരോ അപ്ഡേറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടോട്ടലായിട്ടുള്ള ഗ്രൈൻഡ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ, അതായത് ഒരു പോർഷൻ മാത്രം ഫസ്റ്റ് ഗ്രൈൻഡ് ചെയ്യും, അതിന് ശേഷം നമ്മൾ ബാക്കി ഗ്രൈൻഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് കാണാൻ പറ്റും. അതായത് ഐസിയുടെ താഴെ നമുക്ക് ഐസിൻ്റെ ബോൾസ് വരുന്നില്ലേ, ബോൾസ് വരുന്നതിൻ്റെ മുകളിലായിട്ട് വരുന്ന കണക്ഷൻസിൻ്റെ ട്രാക്കാണ്. സോ ഈ കണക്ഷൻസിൻ്റെ ട്രാക്ക് കാണുന്നത് വരെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ബാക്കി പോർഷൻ ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ മാത്രം നമുക്ക് ആ ഒരു കറക്റ്റ് എവിടെ എത്തി, ഏകദേശം ഇനി എത്ര ചെയ്യണം എന്നുള്ള ഒരു വാല്യൂ, അതായത് ഒരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. സോ ഇപ്പോൾ ഇത് ടോട്ടലായിട്ട് എല്ലാ പോർഷനും കാണുന്ന രീതിയിൽ ഞാൻ ഗ്രൈൻഡ് ആക്കിയിട്ടുണ്ട്. സോ ഓക്കെ, ഇവിടെ ഒരു കോർണർ മാത്രം ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് പൊടി ഒന്ന് കളഞ്ഞോട്ടെ. ഒന്ന് ടിന്നറിട്ട് കാണിച്ചു തരാം. ഓക്കെ,
ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കിട്ടും. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കറക്റ്റ് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബോൾ കാണാൻ പറ്റും. ഈ ബോളാണ് നമ്മുടെ ഐസിയുടെ പാഡ്. സോ ഇനി ഈ ഒരു ലെവലിൽ നമ്മൾ ഇനി ഇതെല്ലാം ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നേരെ ഐസിയുടെ മുകളിൽ, അതായത് ഏറ്റവും താഴത്തെ ലെയറിലേക്ക് എത്തിയിട്ടില്ല, എന്നാലും എത്തി. ആ ഒരു കണ്ടീഷനിലാണുള്ളത്. സോ ഇനി എന്ത് ചെയ്യണം, ഈ ഒരു ബോൾ കാണുന്നില്ലേ, ഈ ഒരു ബോൾ കാണുന്നത് നമുക്ക് കറക്റ്റ് ഐസിയുടെ പാഡാണ്. സോ ഈ ഒരു ബോളിൻ്റെ ലെവലിൽ നമ്മൾ ഇനി ടോട്ടൽ ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരോ ബോൾസായിട്ട് അവിടെ തെളിഞ്ഞ് വരുന്നുണ്ട്. ايوه خلاص. اوكي اوكي اوكي. عند خلاص اليوم
أيوة نفس القديم. بعدين أنا في شيء أسأل أنا عشان أول شيء كلمته ما أقدر أسوي ترتيب. لا. أوكي. وشوف وشركة كلمته وما أقدر أسوي ترتيب. أيوة بعدين أنا في واحدة شركة برضه في جهاز مستعمل. هذا شركة كانون برضه ما في مشكلة ويمشي كل شيء ليزر كل شيء. ഇതിൽ ഗ്രൈൻഡിങ് നമ്മുടെ ഓക്കെ ആയിട്ടുണ്ട്. എല്ലാ പോർഷനും ഒരേപോലെയാണ്, അതായത് എല്ലാ ഹൈറ്റും എല്ലാം ഓക്കെയാണ്, ഷേപ്പാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഒരു ഗ്രൈൻഡായത്, ജസ്റ്റ് കൈ ജസ്റ്റ് ഒന്ന് പാളിയതാണ് ഇവിടെ ഡിസ്പ്ലേയിൽ ജസ്റ്റ് ഒരു ഗ്രൈൻഡായി. സോ ഇവിടെ ഒരേ കണക്ഷൻ തന്നെയാണ് പോകുന്നത്. സൗണ്ട് നമുക്ക് ഇഷ്യൂ ഇല്ല, അതായത് കണക്ഷൻസോ കാര്യങ്ങളൊന്നും അവിടെ ബ്രേക്ക് ആയിട്ടില്ല. അതായത് ആ ഒരു ജസ്റ്റ് ഫസ്റ്റ് ലെയറിലേക്ക് മാത്രമേ ഡാമേജ് പറ്റുള്ളൂ, കാരണം അത്രയും നമ്മൾ ഡീപ്പായിട്ടില്ല. സോ ചെറിയൊരു പോർഷൻ മാത്രമേ അവിടെ ഡാമേജ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഡാമേജ് അല്ല, ജസ്റ്റ് എന്താണ് അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് യൂവിട്ടൊന്ന് മാസ്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ റീബോൾ ചെയ്ത് വെച്ച ഐ സി ഇല്ലേ, നമുക്കത് ജസ്റ്റ് ഇവിടെ ഈ പോർഷൻ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പ്രൊട്ടക്ഷൻ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആ ഡയറക്റ്റ് ഐ സി ഫിക്സ് ചെയ്യാം. അതിന് മുന്നായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതൊന്ന് യൂവിട്ട് മാസ്ക് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് ഇഞ്ചക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ചെറിയ സ്റ്റെൻസിൽ, ഇത് ജസ്റ്റ് 2 സ്റ്റെൻസിലാണ്. സോ ഇതെന്ത് ചെയ്യാം, ആദ്യം ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെക്കാം, ഓവർ ചെയ്യണ്ട. ജസ്റ്റ് അതിന് ശേഷം ജസ്റ്റ് ഒന്നുകൂടി ഇരിക്കാൻ വേണ്ടി മാത്രം ഒന്നും മതിയാവും, കാരണം നമ്മൾ താഴെ വെച്ചിട്ടുണ്ട്. സോ ഇനി ചെറിയ രീതിയിൽ ഫ്ലെക്സ് അപ്ലൈ ചെയ്യാം. നമ്മൾ നേരത്തെ റീബോൾ ചെയ്ത് വെച്ച ഐ സി കറക്റ്റ് പൊസിഷൻ നോക്കാം. കറക്റ്റ് പൊസിഷൻ നോക്കി പെട്ടെന്ന് ഫിക്സ് ആക്കണം. ഓക്കെ, ഐ സി ഒന്ന് ഇരുന്നിട്ടുണ്ട്. എല്ലാ ഭാഗം ഇരുന്നു. സോ ഇത് റിമൂവ് ആക്കാം. എന്നിട്ട് ജസ്റ്റ് വീഡിയോയിൽ ജസ്റ്റ് ഒരു കളർ ക്ലാരിറ്റി ഉണ്ടാകും, കാരണം കളർ പോയിട്ടുണ്ട്, ഒരു കറക്റ്റ് ഫോക്കസ് ആവുന്നില്ല. കാരണം ഞാനിവിടെ മൈക്രോസ്കോപ്പ് നോക്കി വെച്ചത്, അതുകൊണ്ടാണ് കറക്റ്റ് ആ ഒരു ഫോക്കസ് ക്യാമറയിൽ കിട്ടാത്തത്. കാരണം ഇങ്ങനത്തെ പണിക്ക് നമുക്ക് മൈക്രോസ്കോപ്പ് നോക്കിയില്ല എന്നാണെങ്കിൽ നമുക്കത് പണി കിട്ടും. അപ്പോൾ കറക്റ്റ് മൈക്രോസ്കോപ്പ് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ടൈം ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. ചിലപ്പോൾ വീഡിയോ ഇത് കുറഞ്ഞിട്ടുണ്ടാവും, ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ബ്രൈറ്റ് വന്നു. അപ്പം നമ്മുടെ ഐ സി അവിടെ ഫിക്സ് ആയിട്ടുണ്ട്. സോ ഒന്ന് വെരിഫൈ ചെയ്യാം എല്ലാ ഭാഗവും ബോൾ പ്രസ് ആയിട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി എന്ത് ചെയ്യാം, ഈ ഷീൽഡും കാര്യമൊക്കെ നമുക്ക് റിമൂവ് ആക്കിയിട്ട് ഡിസ്പ്ലേ വർക്കിംഗ് അല്ലേ എന്നുള്ള കാര്യം ജസ്റ്റ് റീവെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഐസിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ഇനി എന്താ, നമുക്ക് ഡിസ്പ്ലേ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ഫോണിൽ വെച്ചല്ല ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ ഡിസ്പ്ലേ ചെക്കറിൽ വെച്ചിട്ടാണ്. സോ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
ഡിസ്പ്ലേ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിസ്പ്ലേ ഓൺ ആണ്. ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമുക്ക് ഓവർ ഹീറ്റ് ആയിട്ടില്ല ഡിസ്പ്ലേയിൽ. ഈ ഒരു പോർഷനിൽ നമുക്ക് എന്താണ് കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഇനി ടച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ടച്ച് വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ഫോണിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ഡിസ്പ്ലേ അൺനോൺ പാർട്ട് കാണിക്കുന്നുണ്ടോ എന്നല്ല ചെക്ക് ചെയ്യാൻ നമുക്ക് എന്താണ് പാസ്വേഡ് ആക്സസ് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിവൈസ് വർക്കിംഗ് ആണ്. സോ ഇതിൻ്റെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് കസ്റ്റമർ പാസ്വേഡ് തന്നിട്ടില്ല. സോ കസ്റ്റമർ വന്നതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അവർ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി പോർഷൻസ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് അധികം റിസ്ക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഡിസ്പ്ലേ അൺനോൺ പാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസ്പ്ലേ അൺനോൺ പാർട്ട് ചെയ്യൽ റിസ്ക് ആണ്, അത് കാര്യമില്ല, അതായത് ആ പണി ചെയ്തിട്ട് കാര്യമില്ല, റിസ്ക് ആണ്, ഡിസ്പ്ലേ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് എന്ത് ചെയ്യുക, ഈ വീഡിയോ സെൻഡ് എടുക്കാം. നമുക്കിതിൽ ബാക്കിയൊരു കാര്യം ബാക്കിയുണ്ട്. സോ ഇതെന്ത് ചെയ്യണം, ഫോൺ സ്വിച്ച് ഓഫ് ആക്കണം. എന്നിട്ട് നമുക്ക് നേരത്തെ റീഡ് ചെയ്ത് വെച്ച 2 ടോൺ ഇല്ലേ, അത് നമുക്കിതിലേക്ക് റീറൈറ്റ് ചെയ്യാനുണ്ട്. സോ ആ ഒരു പോർഷനും കൂടി കാണിച്ചു തരാം. നമുക്ക് കഴിഞ്ഞിട്ടില്ല, വർക്ക് കഴിഞ്ഞിട്ടില്ല. സോ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് നമ്മുടെ V1S Pro ഓൺ ചെയ്യാം. അപ്പോൾ കമൻറ്റ് ഇട്ടവരൊക്കെ ആ കമൻറ്റ് തിരിച്ചെടുത്തോളൂ. ടോട്ടൽ റൈറ്റ് ചെയ്യാൻ മറന്നു എന്നുള്ള കമൻറ്റ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ കണക്ട് ചെയ്യാം. ഓക്കെ, സ്ക്രീൻ ഡിറ്റക്റ്റഡ്. ഓപ്പൺ ലോക്കൽ ഫയൽ. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചത് സെലക്ട് റൈറ്റ് ഒറിജിനൽ കൺഫേം. ട്രൂ ടോൺ റൈറ്റ് സക്സസ്. ഓക്കെ, ട്രൂ ടോൺ റൈറ്റ് സക്സസ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർ വരുന്ന വെയിറ്റ് ചെയ്യാം. കസ്റ്റമർ വന്നതിന് ശേഷം അവർക്ക് ഡയറക്റ്റ് ഡിവൈസിലിട്ടിട്ട് ഓണാക്കി കസ്റ്റമർ അപ്രൂവ് കിട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് വാങ്ങി കസ്റ്റമർക്ക് കൊടുക്കാം. അപ്പോൾ അൺനോൺ പാർട്ട് ചെയ്യുക, അതായത് ഡിസ്പ്ലേ അൺനോൺ പാർട്ട് കളയുക എന്നുള്ള മെത്തേഡ്, ഇത് ഒറിജിനലിലേക്ക് നമ്മൾ ഡിസ്പ്ലേ ഫിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾ ലോക്കൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ നോർമൽ ഡിസ്പ്ലേ ആണെങ്കിൽ നമുക്കിപ്പോൾ എന്താണ് വേറൊരു മെത്തേഡ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് അതൊന്ന് കറക്റ്റ് കാണിച്ചു തരാം, ജസ്റ്റ് ഒരു മിനിറ്റ്. അപ്പോൾ നിങ്ങൾ നോർമൽ ഡിസ്പ്ലേ ആണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഒറിജിനൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മെത്തേഡിൻ്റെ ആവശ്യമുള്ളൂ. ഇതിൻ്റെ ഏകദേശം പകുതി പണി ചെയ്യുക, അതായത് ഐ സി കസ്റ്റമറിൻ്റെ ഐ സി റിമൂവ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യാം, നമ്മൾ ചെയ്ത അതേ മെത്തേഡ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ വാങ്ങുന്ന നോർമൽ ഡിസ്പ്ലേ ആണ് വാങ്ങുന്നത്, ഇത് GX ആണ്. സോ ഈ GXൻ്റെ കൂടെ എന്താണ് നമുക്ക് ഈ ഒരു കേബിൾ വരുന്നുണ്ട്, അതായത് ഈ ഒരു അഡാപ്റ്റർ. ഇതിപ്പം ഏകദേശം പോർഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ഉണ്ടാവും. അതായത് നമുക്കിവിടെ സോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഈ കേബിൾ നമുക്കിവിടെ സോൾഡ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്കധികം റിസ്ക് ഇല്ല. അതായത് നമ്മൾ എന്ത് ചെയ്യുക, കസ്റ്റമർ ഐ സി റിമൂവ് ചെയ്യുക, അത് റീബോളും ചെയ്യുക. റീബോളിട്ട് ഈ ഒരു പാഡില്ലേ, ഈ പാഡിൽ നമ്മുടെ ഐ സി ഫിക്സ് ചെയ്യുക. ഇവിടെ വെച്ചിട്ട് തന്നെ ഫിക്സ് ചെയ്യുന്നില്ല, പുറത്തുനിന്ന് ഫിക്സ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പീസ് നമ്മുടെ ഇത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ആണ്, ഇത് ജസ്റ്റ് തട്ടിയാൽ പോകും. എന്ത് ചെയ്യുക, അതിനുശേഷം ഈ ഒരു രീതിയിൽ ഇവിടെ വെക്കുക, ഇതിവിടെ സോൾഡർ ചെയ്ത് കൊടുക്കുക.
അൺനോൺ പാർട്ട് റെഡി. ഇതിലേക്ക് ട്രൂ ടോണും റൈറ്റ് ആവും, എല്ലാം റൈറ്റ് ആവും. നമുക്ക് കസ്റ്റമർക്ക് ഒറിജിനൽ ഡിസ്പ്ലേ തന്നെ വേണം എന്നുള്ള റെഫറൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഇതേപോലെ നമ്മൾ ഒറിജിനലാക്കിയിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ഒരു മെത്തേഡിലും നമുക്ക് ചെയ്യാൻ പറ്റും, ഈ ഒരു മെത്തേഡും ചെയ്യാൻ പറ്റും. ഇത് നോർമലി ഡിസ്പ്ലേ റേറ്റ് കുറവാണ്. ഇത് ഇത് 40+ അല്ല കേട്ടോ, ജസ്റ്റ് എൻ്റെ 40% ഇല്ല, ജസ്റ്റ് ഞാൻ 60% ഡിസ്പ്ലേ ആണത്, ജസ്റ്റ് കാണിക്കുന്നൊന്ന് മാത്രം. ഇത് ഈ ഒരു 2 ഡിസ്പ്ലേയും വെച്ച് നോക്കുമ്പോൾ ഇത് ഒറിജിനലാണ്, ആപ്പിളിൻ്റെ സാധനം. അത് വേറെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്ത ഗ്ലാസ് ചേഞ്ച്. ഇത് റേറ്റ് കൂടുതലാണ്, ഇത് റേറ്റ് കുറവാണ്. സോ ഈ ഒരു 2 മെത്തേഡിലും നമുക്ക് എന്ത് ചെയ്യാം, അൺനോൺ പാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പല വീഡിയോസ് എന്താണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ IC റീബോളിങ്, അതേപോലെ ഇങ്ങനത്തെ ഓരോ ഫേസ് ID പ്രോഗ്രാമിംഗ്, ഇതിൻ്റെയൊക്കെ ഓൾറെഡി ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ കാണാം, ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ജസ്റ്റ് ഷോർട്സ് വീഡിയോസാണ് വേണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.